സേതു, എം.ടി. വാസുദേവൻ നായരെ കുറിച്ച് മലയാളത്തിൽ എല്ലാവർക്കും പറയാനുണ്ട്. ഇപ്പോൾ അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായിരിക്കുന്ന സമയത്താണ് പാണ്ഡവപുരം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സീരിയലൈസ് ചെയ്യുന്നത്. അതൊരു വലിയ തുടക്കമായിരുന്നു. അങ്ങനെ എല്ലാ ധാരയിലും പെട്ട എഴുത്തുകാരെ, പുതിയ ഭാവുകത്വത്തെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ എഴുത്തുകാരൻ കൂടി. അങ്ങനെ ആ എഴുത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത മഹാനായ ഒരു ലിറ്റററി എഡിറ്റർ കൂടിയാണ് എം.ടി. വാസുദേവൻ നായർ. അങ്ങേക്ക് വ്യക്തിപരമായി ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുമെന്നറിയാം, പങ്കുവയ്ക്കാം. അല്ല, സ്വാഭാവികമായിട്ടും എം ടിയും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന 6 പതിറ്റാണ്ട് കാലത്തെ വ്യക്തിബന്ധമാണ്. അതൊരു പത്രാധിപരും എഴുത്തുകാരനെന്ന രീതിയിലല്ല, ഒരു വ്യക്തിബന്ധമായിരുന്നു അതെല്ലാം. അതിൽ വാസ്തവത്തിൽ എനിക്ക് തുടക്കത്തിൽ 67 ഞാൻ ആദ്യം ഒരു കഥ ഡൽഹിയിൽ നിന്ന് എഴുതി അയക്കുമ്പോൾ ഇതൊരിക്കലും പ്രസിദ്ധപ്പെടുത്തുമെന്ന് വിശ്വാസമില്ലായിരുന്നു. ചുമ്മാ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് എനിക്ക് തോന്നിയൊരു അനുഭവം എഴുതി അയച്ചതാണ്. പിന്നീട് അത് മാതൃഭൂമിയിലെ നമ്പൂതിരിയുടെ ചിത്രത്തോട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വാസ്തവത്തിൽ അന്ന് ഞാനൊരു എഴുത്തുകാരനാവുന്ന ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. 25 വയസ്സായി ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ചെറിയ അനുഭവങ്ങൾ മാത്രം, ചെറിയ ലോകം. പക്ഷേ അത് തന്ന ധൈര്യം. പിന്നെ അത് കഴിഞ്ഞ് 69 ഞാൻ എൻ്റെ ആദ്യത്തെ കഥാസംഹാരം കോഴിക്കോട് ടൗൺ ഹാളിൽ റിലീസ് ചെയ്ത് എം ടി ആയിരുന്നു, കറണ്ട് ബുക്സ് പബ്ലിഷ് ചെയ്ത്. അന്ന് എം ടി എന്നെ എണീപ്പിച്ച് നിർത്തിയിട്ട് ആ ക്രൗഡിന് പരിചയപ്പെട്ടു. ഇതാ ഒരു പുതിയ എഴുത്തുകാരൻ, നമ്മൾ ശ്രദ്ധിക്കേണ്ട എഴുത്തുകാരൻ. ഇങ്ങനെ 1-2 വാചകങ്ങൾ മാത്രമേ അദ്ദേഹം പറയുള്ളൂ. എന്നോട് വലിയ നന്നായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇതുപോലെ എഴുതണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ചില മുക്കിയും മൂളിയും ചില ആംഗ്യങ്ങളൊക്കെ കാണിക്കും. അതാണ് വേണ്ടത്. അല്ല, ഈ ആവശ്യമില്ലാതെ പോയിട്ട് അപകടമാണ്. എഴുത്തുകാരൻ ചിലപ്പോൾ ആകാശത്ത് കയറി ഇരിക്കും. അപ്പം ഇതൊരു സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിൻ്റെ. എൻ്റെ ഈ 6 പതിറ്റാണ്ട് കാലത്തെ ബന്ധം എന്ന് പറയുന്ന വ്യക്തിബന്ധമാണ്. എത്രയോ അവസരങ്ങൾ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. 77 അദ്ദേഹം വല്ലാതെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിൽ കോഴിക്കോട്ട് ആസ്പത്രി കിടന്ന സമയത്ത് ഞാനും മറ്റേ സംവിധായകൻ ആസാദൊക്കെ അവിടെ പോയി കാവിൽ നിന്നാണ്. അന്ന് ഇന്നത്തെ പോലെ ആൾക്കൂട്ടമൊന്നുമില്ല, 5-6 പേരുണ്ട്. കുഞ്ഞാണ്ടിയുണ്ട്, പിന്നെ വേറെ 2-3 പേരും. ഞാൻ തിരിച്ചു പോകുന്നെങ്കിൽ ആസാദ് അവിടെ നിന്നു. 48 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ് ഡോക്ടർ C.K. രാമചന്ദ്രൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് 48 വർഷം അദ്ദേഹം നമ്മുടെ മുമ്പിൽ നിറങ്ങി നിന്നു. മലയാള സാഹിത്യത്തിൽ അസാമാന്യ വ്യക്തിബന്ധം എനിക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സിതാരയിൽ അക്കാലത്തൊക്കെ 70കളിൽ എത്ര തവണ പോയി ഭക്ഷണം കഴിച്ചിരിക്കുന്നു. ആദ്യത്തെ കുട്ടി സിതാര, പാപ്പാന്നങ്ങൾ വിളിച്ചിരുന്ന കുട്ടിയുടെ വളർച്ച കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടി അമേരിക്കയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് ഏതോ ഒരു കാര്യത്തിന് ചെന്നപ്പോൾ അതുപോലെ എം ടി ഫോണിൽ വിളിച്ചു. അപ്പോൾ എം ടി പറഞ്ഞു, ഇവിടെ ഉണ്ടോ, ഒന്ന് വരൂ, നല്ല ദിവസമാണ്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മുറ്റത്തൊരു 5-6 ആളുണ്ട്, ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. അദ്ദേഹം പറയാ, ഇന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞു കൂടല്ലൂർ അമ്പലത്തിൽ വെച്ച്. എന്നിട്ട് സരസ്വതി ടീച്ചറെ പരിചയപ്പെടുത്തുക. അതൊരു നിയോഗമാണ്. കാരണം ഞാനതൊന്നും പറഞ്ഞിട്ട് അവിടെ ചെന്നതല്ല. അപ്പോൾ എന്തോ തരത്തിൽ ഞങ്ങളുടെ വ്യക്തിബന്ധം എന്ന് പറയുന്നത് എവിടേക്ക് കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഓരോ എഴുത്തിൻ്റെയും ഘട്ടത്തിൽ ഇപ്പോൾ മാതൃഭൂമിയിലെ ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം വീക്കിൽ നിന്ന് മാറിയതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ മേശവലിപ്പിൽ നോവലുകളില്ല. അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി തീരാറായി, 4-5 ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ വരിക. അപ്പോൾ എനിക്ക് പേഴ്സണൽ ഫോണൊന്നുമില്ല, ജനറൽ ഫോണിലാണ്. അപ്പോൾ എം ടി ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ എം ടി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്ക് സേവിൻ്റെ കയ്യിൽ നോവലുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എം ടി ഞാൻ നോവലൊന്നും അങ്ങനെ എഴുതില്ല, എഴുതാൻ പറ്റില്ല, എനിക്കൊരു നോവൽ വേണം. അദ്ദേഹം പറയുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം മാതൃഭൂമിയൊന്നും അങ്ങനെ ആവശ്യപ്പെട്ട അവസ്ഥ മാതൃഭൂമിക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ബഷീറിനോടോ ഉറൂബിനോടോ പൊറ്റക്കാരനോടോ ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ 10 കൊല്ലമായിട്ടുള്ളൂ എഴുതി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എം ടിയുടെ ആവശ്യം എനിക്ക് മനസ്സിലായി. കാരണം ഒരു നോവൽ വേണം. പക്ഷേ എന്തുകൊണ്ട് ആ ചോദ്യമാണ് എനിക്ക് ധൈര്യം തന്നത്. അന്തർജനം എന്ന് പറഞ്ഞ എത്രയോ സീനിയർ, ഞങ്ങളൊക്കെ അമ്മയെ പോലെ ആദരിച്ചിരുന്ന അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിക്ക് ശേഷം എന്തുകൊണ്ട് സേതുവിൻ്റെ നോവൽ
അപ്പം ഞാൻ എം ടിയോട് പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ കുറിച്ചിട്ടുണ്ട്, തൃപ്തിയായിട്ടില്ല, പ്രധാന കഥാപാത്രത്തിന് എനിക്കൊരു മുഖം കിട്ടുന്നില്ല. അപ്പോൾ എം ടി പറഞ്ഞു, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാം, ആ കുറിച്ച് ഒന്നുകൂടെ വായിച്ചു നോക്കൂ. ഞാൻ അങ്ങനെ വീണ്ടും ഇരുന്ന് വീണ്ടും വായിച്ചപ്പോഴാണ് ആ ദേവി എന്ന കഥാപാത്രത്തെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദേവി എന്ന വീട്ടമ്മയ്ക്ക് വേറൊരു മുഖം കിട്ടി. പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങി. അതാണ് പാണ്ഡവപുരം. 4 or 5 ചാപ്റ്റർ. ആദ്യം എം ടി പറഞ്ഞത് എനിക്കൊരു ടൈറ്റിൽ തരൂ, ആദ്യത്തെ ഒരു 5 or 6 ചാപ്റ്റർ അയച്ചു കൊടുത്താൽ മതി. ഞാനങ്ങനെ 5 or 6 ചാപ്റ്റർ അയച്ചു കൊടുത്ത് ബാങ്കിൻ്റെ മുകളിൽ NL ബാലകൃഷ്ണൻ ഒരു പടം എടുത്തു. ആ പടം മാതൃമേ ആഴ്ചപ്പതിപ്പിലിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ആഴ്ചപ്പതിന് 5 or 6 ചാപ്റ്റർ കിട്ടിയിട്ടുള്ളൂ. അത് ഒരു മഹാത്ഭുതം എന്ന് പറയുന്നത്. കാരണം അത്ര ജൂനിയറായൊരു എഴുത്തുകാരനിൽ അത്ര വലിയ ധൈര്യം. ഞാൻ വേണ്ട പോലെ എഴുതിയില്ലെങ്കിലോ പഴി കേൾക്കേണ്ട പത്രാധിപരാണ്. പിന്നെ പാണ്ഡവപുരം വന്നതിന് ശേഷം കോലാഹലമുണ്ടായി. വായനക്കാരുടെ കത്തിൽ പബ്ലിഷ് ചെയ്തില്ല, പക്ഷേ പലരും അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തു. അന്തർജനത്തിൻ്റെ നോവലിന് ശേഷം, വളരെ പരമ്പരാഗതമായ രീതിയിലുള്ള നോവലിന് ശേഷം ഇതുപോലത്തെ പാണ്ഡവപുരം പോലെയൊരു കിറുക്കൻ നോവൽ എങ്ങനെ വാസു പബ്ലിഷ് ചെയ്തു? അപ്പോൾ അദ്ദേഹത്തിന് പതിവ് മറ്റും ചിരിച്ചു കാണും, എനിക്കറിയില്ല, പബ്ലിഷ് ചെയ്യില്ല. ഇന്ന് പാണ്ഡവപുരത്തിന് ഒരു എത്രയോ പതിപ്പുകളായി. ഫ്രഞ്ചിലും ജർമ്മനിലും ടർക്കിഷിലും 12 ഭാഷകളിൽ വന്നു കഴിഞ്ഞു. ഹിന്ദി, മറാഠിയൊക്കെ അടക്കം 2 ഭാഷയിലും ബംഗാളിയിലൊക്കെ സിനിമയായി. അത് പറയാനല്ല ഞാൻ പറഞ്ഞത്. എം ടി എന്ന ആ മനുഷ്യൻ അന്ന് എന്നെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതിപ്പോൾ എൻ്റെ മെറിറ്റാന്ന് ഞാൻ അന്നും ഇന്നും പറയില്ല. പാണ്ഡവപുരം സംഭവിച്ചതാണ്. അതിലുള്ള ആ സമയം ഒരുക്കി തന്നത് എം ടി വാസുദേവൻ എന്ന പത്രാധിപരാണ്. അപ്പം ഞാനിതിൽ 4-കെട്ടിൻ്റെ 50ാം വർഷം തൃശ്ശൂർ ആഘോഷിച്ചപ്പോൾ എം ടി അടുത്തിരുത്തി ഞാൻ പറഞ്ഞു, അത് അടുത്തുണ്ട്. ഞാൻ പറഞ്ഞു, എം ടിയെക്കാളിലും വലിയ എഴുത്തുകാർ മലയാളത്തിലുണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. പക്ഷേ ഇദ്ദേഹത്തെ പോലെ സാഹിത്യ പത്രാധിപർ ഒരു ഇന്ത്യൻ ഭാഷയിലില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഞാൻ ഡൽഹിയിൽ പോയിട്ട് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ചെയർമാനായപ്പോൾ എനിക്കത് ഉറപ്പായി. കാരണം ഇദ്ദേഹം തന്ന ആ പിന്തുണ, കൈത്താങ്, ഇതിനെല്ലാം ബ്രേക്ക് തരുന്നത് ആ ടൈമിൽ ബ്രേക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ തലമുറ 60കളിൽ കാക്കനാടൻ, മുകുന്ദൻ, MP നാരായണപിള്ള, സക്കറിയ, പൊന്തൽ കുഞ്ഞത്തുള്ള, ഞാൻ, പത്മരാജൻ, എത്രയോ പേര്, ആനന്ദ്, ഇവരൊക്കെ ഇപ്പോഴിന്നും നിലനിൽക്കുന്നു. അപ്പോൾ ചെറിയ കാര്യമൊന്നല്ലത്. തീർച്ചയായും എം ടി എന്ന ലിറ്റററി എഡിറ്റർ എങ്ങനെയാണ് തനിക്ക് പാണ്ഡവപുരത്തിന് കാരണക്കാരനായത് എന്നാണ് സേതു സാറ് വിശദീകരിച്ചത്. ഇങ്ങനെ എം ടിയുടെ പത്രാധിപത്യത്തിൽ, മാതൃഭൂമിയുടെ പത്രാധിപരായിരിക്കെ എം ടി വാസുദേവൻ നായർ എങ്ങനെയാണ് മലയാളി ഭാവുകത്വത്തെ പുനർനിർമ്മിച്ചത്, എങ്ങനെയാണ് അദ്ദേഹം ഒരുപാട് എഴുത്തുകാരുടെ ചവിട്ടുപടിയായി മാറിയത് എന്നുള്ളത് കൂടി, എം ടി വാസുദേവൻ നായർ എന്താണ് മലയാളത്തിന് നൽകിയത് എന്നത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിശ്ചയമായും അടയാളപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ ഇതുകൂടിയാണ്.